കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നു. ഇന്നലെ കടുവയെ കണ്ട സ്ഥലത്താണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത്. വനം വകുപ്പ് തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. മയക്കുവെടി വയ്ക്കാനുള്ള സംഘം ആറളത്ത് തുടരുകയും ചെയ്യുന്നു. ഫെലിക്സ് വിവരങ്ങളുമായുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്? നിലവിൽ ഏതു തരത്തിൽ പ്രതിഷേധം തുടരുന്നു? വനം വകുപ്പിന്റെ നിരീക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫെലിക്സ് പറയും. കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇതിപ്പോൾ ഇന്നും തുടരുകയാണ്. നമുക്കറിയാം, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ RRT ടീമുണ്ട്. ആ ആളുകളൊക്കെ തന്നെ ഇന്നലെ കടുവയെ കണ്ട സ്ഥലത്തിന് സമീപത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത്. അവിടെ ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് കടുവയുണ്ടോ എന്ന തെരച്ചിൽ നടത്താനായാണ് ഇത്രയധികം സംഘം ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് കടന്നിരിക്കുന്നത്. ജനവാസ മേഖലയാണ്, കൃഷിയിടമാണ്. പക്ഷേ ആളുകൾ അങ്ങനെ അധികം താമസിക്കാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കാടൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട്. ഈ പരിസരത്തായാണ് ഇന്നലെ കടുവ, ഇതിന് അപ്പുറത്തായാണ് ഇന്നലെ കടുവ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രദേശത്തിന് സമീപത്തായാണ് ഇപ്പോഴും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മയക്കുവെടി വെക്കാനാണെങ്കിൽ അടിയന്തര സാഹചര്യം നേരിടാനായി ഈ മയക്കുവെടി വെക്കാനുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഇന്നലെ ഇവിടെ എത്തിയിരുന്നു. വയനാട്ടിൽ നിന്നും ഡോക്ടർ അജീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവരിന്നും ആറളത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവിധ സജ്ജമാണ്. ഏത് രീതിയിലും അതായത് കടുവയെ പിടികൂടാനുള്ള ശ്രമമാണ് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ ഇതുവരെയും കണ്ടിട്ടില്ല. ഇന്നലെ വലിയ രീതിയിലുള്ള ജനരോഷം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിലും ഇന്ന് രാവിലെ തന്നെ ഈ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.